ഹായ്. അപ്പോൾ വെരി ഹാപ്പി ന്യൂ ഇയർ ടു യു ആൻഡ് എല്ലാവരെയും താന്ത്രക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് ചില കാര്യങ്ങൾ കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റിയലി സോറി ഫോർ ദാറ്റ്. ഈ ആഴ്ച നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ആഴ്ചയിൽ ഞാൻ വീഡിയോ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നമ്മൾ 2 ആഴ്ച മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു യാത്ര പോയതും കുറേ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ന്യൂ ഇയറിൽ നമ്മൾ താന്ത്രികയുടെ ഓൺ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യണം, താന്ത്രികയുടെ യൂണിറ്റിൽ തന്നെ ഉണ്ടാക്കുന്ന ഓൺ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ പോയപ്പോൾ കുറച്ച് ടൂൾസിൻ്റെ കിട്ടായിക നമുക്കുണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ടൂൾസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേറെ പല സോഴ്സിൽ നിന്ന്. പക്ഷേ ഒരു ടൂള് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ താന്ത്രക, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നിരുന്നു. അത് റെഡി ആയിട്ട് കിട്ടാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്കത് വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പല ടൈപ്പ് യാൺസ് കാണിച്ചിരുന്നു ആൻഡ് ബീഡ്സുകൾ പല ടൈപ്പ് കാണിച്ചിരുന്നു. സോ കുറച്ച് പേർക്കെങ്കിലും ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി നമ്മൾ ക്രോഷ്യ ആണ് മെയിനായിട്ട് ആൻഡ് കുറച്ച് ബീഡ്സ് ഉണ്ടാവും. ക്രോഷ്യ ആൻഡ് ബീഡ്സ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബീഡ്സ് കൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്വല്ലറികൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ക്രോഷ്യയുടെ ജ്വല്ലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്രോഷ്യയുടെ എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പല ടൈപ്പ് യാൺ കൊണ്ട് ഉണ്ടാക്കുന്ന ഇയറിങ്സ്, ബ്രേസ്ലെറ്റ്സ്, അങ്ങനത്തെ പല സാധനങ്ങൾ, ജ്വല്ലറികൾ ആൻഡ് ബാഗുകൾ, പിന്നെ സ്കേർട്ട്സ്, ഷ്രഗ്സ്, അങ്ങനെ കുറച്ച് ഒരു ഡ്രസ്സിൻ്റെ സൈഡിലേക്ക്, പിന്നെ എന്താ പറയുക, ടേബിൾ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഡോയിലേഴ്സ് എന്ന് പറയും, ടേബിൾ ക്ലോത്ത്സ് അല്ലെങ്കിൽ ടേബിൾ റണ്ണേഴ്സ്, അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റുകൾ, പിന്നെ ബെഡ് സ്പ്രെഡുകൾ. ഇത്രയാണ് ക്രോഷ്യയുടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇയറിങ്സ് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും ആൻഡ് അവൈലബിലിറ്റി ഓഫ് yarns depends on that. You can get the customization option as well. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യാണിൽ അവൈലബിൾ ആണ്. പക്ഷേ റെഡി ആയിട്ടുള്ള ഇയറിങ്സോ അല്ലെങ്കിൽ ജ്വല്ലറി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഫ്രം ദി യാൺ ആൻഡ് ഇൻ 2 days ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. ടേക്ക് 2 days. ക്രോഷ്യ അത്ര എളുപ്പം നമ്മൾ സാധാരണ വെറുതെ ഉണ്ടാക്കുന്ന ജ്വല്ലറി പോലെ അത്ര എളുപ്പമല്ല ക്രോഷ്യയുടെ ജ്വല്ലറി ഉണ്ടാക്കുക. കുറച്ച് സമയം വേണം. പ്ലസ് ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഷോപ്പിൽ കിട്ടുന്ന ടൈം അനുസരിച്ചിട്ട് എന്തായാലും ഒരു 2-3 daysനുള്ളിൽ ഐ വിൽ ഡെലിവർ ഇറ്റ് ടു യു. ഓക്കെ, ആൻഡ് ഡ്രസ്സും പിന്നെ ബെഡ് സ്പ്രെഡും ഓൺലി കസ്റ്റമൈസേഷനാണ് അവൈലബിൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് സൈസ് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ, ഫസ്റ്റ് തിങ്. ആൻഡ് ബെഡ് സ്പ്രെഡ് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും വീടുകൾ വയ്ക്കുമ്പോൾ കളർ തീംസ് ഉണ്ടാവും. എന്താ നിങ്ങളുടെ വാർഡ്രോബ്സിൻ്റെ അല്ലെങ്കിൽ ബെഡിൻ്റെ അല്ലെങ്കിൽ മേ ബി കേർട്ടൻ ഓർ ബ്ലൈൻഡ്സ്, അതിൻ്റെ എല്ലാം കളർ തീം അല്ലെങ്കിൽ കളർ മാച്ചിങ് ആയിരിക്കും നോക്കുന്നത്. അത് ചിലപ്പം ഇവിടെ വന്ന് ചിലപ്പോൾ റെഡി ആയിട്ടുള്ള സാധനം ഇല്ലെങ്കിൽ ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു. അപ്പോൾ കസ്റ്റമൈസ്ഡ് കളർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മട്ടീരിയൽ അവൈലബിൾ. കാരണം കേരളത്തിൽ ക്രോഷ്യയുടെ എല്ലാ ടൈപ്പ് യാണും അവൈലബിൾ അല്ല. അങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. പല ഷോപ്സിലും ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ പറയുക, ഈവൻ ഹോൾസെയിൽ റീറ്റെയിലിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്നുണ്ട് ഷോപ്സിൽ. ഓൺലൈനിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലിറ്റിൽ കോസ്റ്റ്ലി. സോ ഓൺലൈനിൽ മേടിച്ച് ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ മേ നോട്ട് ബി അഫോർഡബിൾ ഫോർ യു. സോ ഇത് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് പോയി എടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുത്തിക്കണം. സോ അതനുസരിച്ചിട്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ കസ്റ്റമൈസ്ഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. ജ്വല്ലറികൾ ഡിസൈൻസ് ഉണ്ടാവും. ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്പം തന്നെ കണ്ടിട്ട് സെയിം ഡിസൈൻ വോണ്ട് ടു ഡു ഇറ്റ് ഇൻ അനദർ കളർ ഇൻ യു ഗിവ് മീ 2-3 days ഐ ക്യാൻ ഡു ഇറ്റ് ഫോർ യു. സോ ആൻഡ് ക്രോഷ്യയുടെ ബാഗുകളും അവൈലബിൾ ആയിരിക്കും. സോ അത് ഇൻ പ്രോസസ്സാണ്. ഓൾറെഡി 2 ബാഗിൻ്റെ വർക്ക് ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലൈസേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് ബീഡ്സ് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീഡിൽ
കുറച്ച് ജ്വല്ലറി ആൻഡ് ബാഗ്സ്. അതാണ് ബീഡ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, താന്ത്രൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജ്വല്ലറി സാധാരണ ബീഡ് ജ്വല്ലറി അല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ലൂം ബീഡിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ക്രോഷ്യയുടെ കുറച്ച് കമ്മൽസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ജസ്റ്റ് സാമ്പിൾസ് മാത്രം ഞാൻ കാണിക്കാം. കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ന്യൂ ഇയറിൽ ഇന്നലെ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാമ്പിൾസ്, കാരണം എല്ലാം ഒന്ന് കാണിക്കാൻ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ലോങ് വീഡിയോ, അപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിൾസ് മാത്രം കാണിക്കാം. ഇതാ ഇതൊരെണ്ണം. സോ ദിസ് വൺ ഈസ് ഇൻ what do you call pineapple design, yeah, and another one is it's a mixed color and it's interlocking type. Okay, and we have ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്. ഇതെല്ലാം പല ടൈപ്പ് യാണാണ് കേട്ടോ. അപ്പോൾ കാണിച്ചത് രണ്ടും എല്ലാം വേറെ വേറെ യാൻസാണ്. ഇങ്ങനെ ഒരെണ്ണമുണ്ട്. ആൻഡ് ദെൻ ഒരു ഫ്ലവറിൻ്റെ പാറ്റേണിലുള്ള ഒരെണ്ണമുണ്ട്. ആൻഡ് റിങ് പോലത്തെ ഉണ്ട്. എടുത്ത് കാണിക്കായിരിക്കും നല്ലത്. ഇതാ സാമ്പിൾസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതാ ഇത് റിങ് പോലത്തെയാണ്, വേറൊരു കളർ. ഇങ്ങനത്തെ കുറച്ചാണ് ക്രോഷ്യയിൽ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. വേറെയും കുറച്ചും കൂടി ഉണ്ട്, പക്ഷേ ഇത് ഞാൻ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടില്ല എന്ന് മാത്രം. ഇനി ബീഡിങ്ങിൻ്റെ ചോദിച്ചത്, ഞാൻ ലൂം ബീഡിങ്ങിലുള്ള ജ്വല്ലറിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ബ്രേസ്ലെറ്റ്സും മാലകളും ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്. കമ്മലുകൾ കുറവായിരിക്കും. ലൂം ബീഡിങ്ങിൽ കമ്മലുകൾ ഞാൻ അധികം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മേ ബി 1 or 2 ആർക്കെങ്കിലും വേണം, മാച്ചിങ് ഫുൾ സെറ്റ് വേണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വിചാരിക്കൂ. എന്ന് വെച്ചാൽ ഇത് കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. ഇതിൻ്റെ ടൂളാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ടൂളാണ്. ഇതുമ്മലാണ് നമ്മൾ ചെയ്യണത്. ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. അതെ, ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ തുണിയൊക്കെ നെയ്യുന്ന തറി ഉണ്ടല്ലോ, ആ തറിയിൽ നമ്മൾ വാർക്ക് ആൻഡ് വെഫ്റ്റ് എന്ന് പറയുന്ന ആ ത്രെഡുകൾ പോകുന്നത്, അതായത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ത്രെഡ് പോകുന്നതാണ് നമ്മൾ ലൂമിൽ ചെയ്യണത്, തറിയിൽ ചെയ്യണത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. എന്താ ഇവിടെ ത്രെഡുകൾ കണ്ടോ, ത്രെഡ് നമ്മളിവിടെ ഇതിൽ ഈ ഒരു റോഡിൽ നമ്മൾ ചുറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബീഡ് ഈ മോളിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ഇവിടെ ഈ മോളിൽ ബീഡ് നമ്മൾ വെഫ്റ്റ് പോണത് ഇങ്ങനെ പോണ ആ ഒരു ഇതിലാണ്, ആ ഒരു പൊസിഷനിലാണ് എന്താ പറയുക ബീഡ്സ് വെച്ചിട്ട്, സീഡ് ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, അത് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ലൂം ബീഡിങ്. അപ്പോൾ ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് and another one is this, and one more I will show you. കണ്ടോ, ഇതാണ് ലൂം ബീഡിങ്ങിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഇതിലാണ് വരുന്നത്. നമുക്ക് വീതി കൂട്ടിയും കുറച്ചും എല്ലാം നമുക്ക് ചെയ്യാം. ഇനി ഇതിലും ഇപ്പം ഞാനൊരു ആവറേജ് വീതിയിലുള്ള ജ്വല്ലറികളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ലെറ്റ്സ് സേ ഒരു ഈ വീതി വരുന്ന ബ്രേസ്ലെറ്റ് എത്ര ഉണ്ടാവും, ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വീതി വരെയുള്ള ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ മാലകളാണ്. ഇത് ഫുൾ നമ്മളിങ്ങനെ ക്രോസ് മുത്ത് കോർത്ത് ഇതെടുക്കണത് ഒരു ബ്രേസ്ലെറ്റിന് ഒരു 1 full day to 2 days 3 days ഒരു ബ്രേസ്ലെറ്റിന് വരാം, ഡിപ്പെൻഡ് ഓൺ ദ ഡിസൈൻസ്. സോ നമ്മൾ അത്ര ബൾക്ക് പ്രൊഡക്ഷൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാമെന്നുള്ള റിസർച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇനി അതിൻ്റെ മാലകൾ മേ ബി ഐ വിൽ ഷോ ഇൻ അനദർ വീഡിയോ വൺസ് ഇറ്റ്സ് ഡൺ. ആൻഡ് പിന്നെ നമ്മൾ ചെയ്യണത് ബീഡ്സിൻ്റെ, ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ബാഗുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി അവൈലബിൾ ഇൻ താന്ത്രിക ഇൻ അനദർ മന്ത്. another 1 month it will be available. അതിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇതിലൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്.
കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിന് ചൂസ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ കളർ കോമ്പിനേഷൻ മാറ്റി ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിപ്പെൻഡ്സ് ഇഫ് യു ഗീവ് മീ ഇനഫ് ടൈം എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പുതിയ വിശേഷം നമ്മുടെ താന്ത്രികയുടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടിയ റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകും തോറും മേ ബി ദ പാറ്റേൺസ് വിൽ ഇൻക്രീസ്. നോക്കാം നമുക്ക് എത്രത്തോളം പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ നമ്മളൊരു എക്സ്പോ അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ്റെ വീഡിയോ ആയിരിക്കും മോസ്റ്റ്ലി. അത് ഫ്രൈഡേ ആവണം എന്നില്ല, മോസ്റ്റ്ലി ടു ബി ഓൺ സാറ്റർഡേ. കാരണം ഫ്രൈഡേ ഐ വിൽ ബി ഇൻ ദ എക്സ്പോ വെന്യൂ. തേഴ്സ്ഡേ ഫ്രൈഡേ ആണ് എക്സ്പോ ഉള്ളത്. എക്സ്പോ ലൈവ് ഉണ്ടാവും തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. എന്നെ എഫ് പിയിലും ഇൻസ്റ്റയിലും ലൈവ് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ഫോളോ ചെയ്തേക്കൂ. പിന്നെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇഷ്ടപ്പെട്ടു വെച്ചാൽ വെറുതെ ഒരു ലൈക്കും തന്നേക്കൂ. പോണ വഴിയല്ല, ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു ലൈക്കും കൂടി ഒന്ന് തന്നിട്ട് പോയിക്കോളും അല്ലേ. കാണുമ്പോൾ വെറുതെ ഒന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു നല്ല 2026 ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.